രാവണൻ എന്നതാണ് മനസ്സ്. അപ്പം രണ്ടുപേരും സീതയും രാമനെയും കൊണ്ടിരിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. ധ്യാനത്തിലൂടെ നിയന്ത്രിക്കാം. എങ്ങനെയാണ് ധ്യാനത്തിലൂടെ നിയന്ത്രിക്കുന്നത്? ശ്വാസമാകുന്ന ശക്തി ആരാണ് ഇടയിൽ വന്നത്? ഹനുമാൻ സ്വാമി. അതാണ് ഇവിടെ രാമനും ഹനുമാനും എല്ലാം ഉള്ള ഈ പരിസരത്ത് തന്നെ, ശക്തിയുള്ള ഈ പരിസരത്ത് തന്നെ നമ്മൾ കൂടുതൽ അത് തന്നെയാണ്. രാമനുമുണ്ട് ആത്മാവും പരമാത്മാവും. രാവണനെയൊക്കെ നമുക്ക് മാറ്റാം. ഏത് ശക്തിയും നമ്മൾ കരുതാക്കും. ശ്വാസം എന്നെന്ന് വെച്ചാൽ നമ്മൾ ഹനുമാൻ സ്വാമി. അതാണ് ശ്വാസം. ആ ശ്വാസത്തെ നമ്മൾ ഉള്ളിലൂടെ നമ്മൾ തിരുമിടുന്ന ഈ മൂക്കിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് കണ്ണുകളടച്ച് ശാന്തമാണ് മനസ്സിനെ ശാന്തമാക്കി രാവണനെ ശാന്തമാക്കി ഇരിക്കുമ്പോൾ, രാവണനെ കീഴ്പ്പെടുത്തി ശാന്തമാക്കി വെക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആ ചൈതന്യം സ്വയം നമ്മൾ രാമൻ്റെ പരമാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ എല്ലാവരിലും എത്തുന്നു. മനസ്സും ശരീരവും എല്ലാം അതിലെല്ലാം കണക്ഷനുണ്ട്. നമ്മൾ എങ്ങനെയാണോ കൂടുതൽ ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരവും പല പല കാര്യങ്ങൾ ചെയ്യുന്നു. രോഗങ്ങളെല്ലാം വരുന്നതിൻ്റെ കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഇതുകൊണ്ടാണ്. മനസ്സാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല പല അസുഖങ്ങളും എല്ലാം സ്വയം മാറാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്താണ് ജീവിതത്തിൽ സമൃദ്ധി എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല സമൃദ്ധമായിട്ട് കഴിക്കണം, സമൃദ്ധമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം സമൃദ്ധിയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് പൈസ വേണം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വേണം എന്ന് പറയുന്നതാണ് ഇത്. സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഉള്ള ആളിനും 10 കോടിയുള്ള ആളുടെയും സമൃദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ തൃപ്തിയായിരിക്കും. ആ തൃപ്തി നമ്മളിൽ എപ്പോഴെത്തുന്നു? 1 ലക്ഷം രൂപയുള്ള ആളിന് നല്ല തൃപ്തിയായിരിക്കും. എന്നുവെച്ചാൽ പരാതിയില്ല, പരിഭവമില്ല, എന്ത് കിട്ടിയാലും സംതൃപ്തി. മറ്റത് അങ്ങനെയല്ല. എനിക്ക് നീ കിട്ടിയതല്ലോ, ഇനിയും കിട്ടണം, എനിക്ക് കിട്ടിയത് ഞാൻ എങ്ങനെ ശരിക്കും ഇനിയും കൊടുക്കണമല്ലോ, ഇതിങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അവിടെ ഗ്രഡ്ജാണുള്ളത്, അവിടെ കംപ്ലൈൻ്റ് ആണുള്ളത്, അവിടെ ലാക്കിങ് എന്നുള്ളത്, നമുക്ക് ഇല്ലായ്മയാണുള്ളത്. അപ്പം അത് നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം എനിക്ക് ഇവിടെ ഇത്രയും നല്ലൊരു ജീവിതം ഭൂമിയിൽ എനിക്ക് സമ്മാനിച്ച ഈ ഏത് ശക്തിയാണോ ആ ശക്തിക്ക് നമ്മൾ എപ്പോഴും നന്ദി പറയണം. ആ നന്ദി ഏത് കാര്യത്തിലും നമുക്കത് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതുവരെ നമ്മളിപ്പോൾ ഈ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതുവരെ കിട്ടിയ അവസരം തന്നെ ഒരു വലിയ അവസരമാണ്. അതിന് നമ്മൾ നന്ദി പറയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന് ഏറ്റവും നന്ദി എന്ന ആ കൃത്യത എന്ന ഭാഗത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നന്ദി ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എനർജി കുറയ്ക്കും. നമുക്കെപ്പോഴും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഇതൊരു അത്രയും കിട്ടിയല്ലോ എന്ന് നമുക്കൊരു ഇതാണ്. ഇവിടെ എത്തിയത് ഇവിടെ അച്ഛനെ പോലെ എൻ്റെ ഇവിടെ കുട്ടിക്കൊണ്ട് വന്നെങ്കിൽ എല്ലാവരും എനിക്ക് അവരിലേക്ക് ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തിക്കും എത്രയോ പാടുപെട്ടിട്ടാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. അതിനും എനിക്ക് നന്ദിയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നന്ദിയുടെ ഭാവം നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നു. ഇല്ലല്ലോ, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറി നമ്മുടെ എനർജൈസ് ചെയ്ത് നമ്മൾ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു ഭാവത്തിലേക്ക് നമ്മൾ പോകണം. ഇതാണ് ധ്യാനത്തിലൂടെ നമുക്ക് ചെയ്യാനുള്ളത്. വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഏത് നേരം ചെയ്തോളൂ, സൗകര്യം കിട്ടുമ്പോൾ തെറ്റ് ചെയ്തോളൂ. ഇവിടെ ആർക്കും ഒരു തടസ്സമില്ല. എന്ത് വേണോ എപ്പോൾ വേണോ നമുക്ക് ചെയ്യാൻ സാധിക്കും. വേറെ എന്തെങ്കിലും സൗകര്യമോ